പുതിയൊരു സൈക്കോ കൂടി രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ മണ്ണിലിരുന്ന് വീണ്ടും വിഷലിപ്തമായ വാക്കുകൾ കൊണ്ട് കവലപ്രസംഗം നടത്തുന്ന ഒരു സൈക്കോ ആണ്. ഏതായാലും ഇവന്റെ ആ വർത്തമാനം ഒന്ന് കേട്ടിട്ട് ചില മറുപടികൾ പറയാനുണ്ട്. കണ്ടു നോക്കാം. ആ ലിസ്റ്റിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിൽ അന്ന് ഓരോ ദിവസം കൊല്ലേണ്ട ബലാത്സംഗം ചെയ്യപ്പെടേണ്ട ഹിന്ദുക്കളുടെ ലിസ്റ്റാണ് ഉസ്താദ് ഞങ്ങൾക്ക് തരിക. അത് വാങ്ങി വൈകുന്നേരം ആകുമ്പോഴേക്കും അവരവർക്ക് നിശ്ചയിച്ച ഹിന്ദുക്കളെ കൊല്ലുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഇഷാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ട് ഉസ്താദ് പിന്നീട് കണക്കെടുക്കും. ഇന്ന ലിസ്റ്റില് ഖാദർ വന്ന് 10 ഹിന്ദുക്കളെ കൊല്ലാനും 10 ഹിന്ദുക്കളെ ബലാത്സംഗം ചെയ്യാൻ പറഞ്ഞിരുന്നില്ല. ഖാദറിന് എന്താണ് ആ ഡ്യൂട്ടി ചെയ്തോ? ഞാൻ പറയാ ഉസ്താദെ ഞാനത് ചെയ്തു എന്നും പറയും. അങ്ങനെ 10-30 വയസ്സ് വരെ 36 വയസ്സ് വരെ ഞാനിങ്ങനെ ബലാത്സംഗം ചെയ്തു, ഹിന്ദുക്കളെ കൊന്നിട്ടും ജീവിക്കുകയായിരുന്നു. പിന്നീടാണ് ഞാൻ ആരിഫ് സാറിന്റെ വീഡിയോ കാണുന്നത്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഈ വീഡിയോയിൽ സംസാരിച്ച സൈക്കോ പിടിച്ച മനുഷ്യൻ്റെ ബയോ ലിങ്ക് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. 3 മതങ്ങളെയും നിന്ദിച്ച കുറ്റത്തിന് ജയിലിൽ കിടന്ന വ്യക്തിയാണ് താനെന്ന് അഭിമാനത്തോടു കൂടി ആ ബയോ ഡിസ്ക്രിപ്ഷനിൽ എഴുതി ചേർത്തിരിക്കുകയാണ് ഈ സൈക്കോ പിടിച്ച മനുഷ്യൻ. വീണ്ടും സൈക്കോ എന്ന് പറയാനുള്ള കാരണം മദ്രസകളെ അത്യന്തം ഗുരുതരമായ രീതിയിലുള്ള ആക്ഷേപങ്ങളോടെ മുസ്ലിം സമുദായത്തിന് നേരെ ഇദ്ദേഹം വിഷം ചീറ്റുന്ന ചില പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഈ വീഡിയോ കേട്ടവർക്കൊക്കെ അറിയാം, ഏതോ ഒരു മദ്രസയിൽ ഇയാൾ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ ദിവസം കൊല്ലപ്പെടേണ്ട ആളുകളുടെ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട് എന്ന്. അത്യന്തം ഗുരുതരമായ നിർമ്മിത താല്പര്യത്തോടു കൂടിയുള്ള ആക്ഷേപങ്ങളാണ് മുസ്ലിം സമുദായത്തിന് നേരെ ഇതുപോലുള്ള മരയോളകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ നിയമപാലകർ ഇത് അന്വേഷിക്കുവാനും ഇവനെതിരെയൊക്കെ പച്ചയ്ക്ക് വർഗീയത പറയുന്ന, വിദ്വേഷം പടർത്തുന്ന, ഒരു മതത്തിനെതിരെ അസഹിഷ്ണുമായി സംസാരിക്കുന്ന, മുസ്ലിം ലേബലിൽ വന്നിരുന്നു കൊണ്ട് താടിയും മുടിയുമൊക്കെ നീട്ടി വളർത്തി എന്തോ ഒരു വലിയ സംഭവമാണെന്ന് കാണിച്ചുകൊണ്ട് ഒരു മൈക്കും പിടിച്ചുകൊണ്ട് എന്ത് തോന്നിയാസവും വിളിച്ചു പറയാവുന്ന രീതിയിലേക്ക് നമ്മുടെ കേരളം അതപ്പതിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമം ഇതിൽ ഇടപെട്ട് ശക്തമായ നിയമ നടപടികൾ ഇവന് എതിരെ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങളൊക്കെ മദ്രസയിൽ പഠിച്ചു വന്ന ആളുകളാണ്. ഇവൻ പറയുന്ന ആരോപണങ്ങൾ അത് സത്യമാണോ എന്ന് തെളിയിക്കേണ്ടത് ഞങ്ങളുടെ കൂടി ബാധ്യതയാണ്. ഏത് മദ്രസയിലാണ് ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങളും ഏത് മദ്രസയിലാണ് ഇത്തരത്തിലുള്ള ആളുകളെ കൊല്ലാനുള്ള ലിസ്റ്റും കേരളത്തിൽ കൊടുക്കുന്നതെന്ന് അറിയേണ്ടത് ഇവനേക്കാൾ ഏറ്റവും താല്പര്യമുള്ളത് ഞങ്ങളെപ്പോലത്തെ ആളുകൾക്കാണ്. അപ്പോൾ ഏതായിരുന്നാലും ഇതുപോലുള്ള മരയോളുകൾക്ക് സൈബർ ഇടങ്ങളിൽ വന്നിരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള തോന്നിയവാസങ്ങൾ ചെയ്യുമ്പോൾ അത് കണ്ടില്ല കേട്ടില്ല എന്നിരിക്കാൻ ഇവിടുത്തെ നിയമവ്യവസ്ഥ തയ്യാറാകാൻ പാടില്ല. ഇത്തരക്കാരെ എത്രയും പെട്ടെന്ന് നല്ല ശിക്ഷകൾ കൊടുത്തുകൊണ്ട് പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റണം. അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ വളർന്നു വരുന്ന ഉപയോഗിക്കുന്ന ഈ സൈബർ ഇടങ്ങൾ ഇതിനോടകം തന്നെ മലിനമാക്കാൻ ഇത്തരത്തിലുള്ള മരയോളുകൾക്ക് സാധിക്കും. അതുകൊണ്ട് കേരളത്തിൻ്റെ മണ്ണിലിരുന്നു കൊണ്ട് ഒരു മതവിഭാഗത്തിനെതിരെ വിഷലിപ്തമായ പ്രസംഗങ്ങൾ നടത്തുന്ന, ഇല്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ ഛിദ്രതയും ഭിന്നതയും പടർത്താൻ കാരണമാക്കുന്ന ഇത്തരം ആളുകളെ, ഇത്തരം സൈക്കോകളെ എത്രയും പെട്ടെന്ന് ജനപ്രതിനിധികളൊക്കെ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടുകയും ഇവനെ പോലുള്ള ആളുകളെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ മുൻകൈ എടുക്കണമെന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയുവാനുള്ളത്. വീഡിയോ കാണുന്നു, അദ്ദേഹം ഇസ്രായേലിൽ പോകുന്നു. അവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ആരിഫ് സാർ പറയുന്നത് വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇങ്ങനെ രാവിലെ എണീറ്റ് ഹിന്ദുക്കളെ കൊല്ലാനും ക്രിസ്ത്യാനികളെ കൊല്ലാനും ഒക്കെ പുറപ്പെടുന്ന ആളുകൾ, അവരെ കൊല്ലണം. അവരോട് യാതൊരു മനുഷ്യത്വം കാണിക്കാൻ പാടില്ല. ഇപ്പൊ ആരിഫ് സാറിന്റെ വീഡിയോ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാനും ഇങ്ങനെയുള്ള ഭീകരരായിട്ട് ഏതെങ്കിലും ഒരു സംഘിയുടെ അല്ലെങ്കിൽ മറ്റേ NIA ഇവിടെ തിഹാർ ജയിലിൽ പോയിട്ട് വല്ല സിംഗിന്റെയും പീഡനത്തിന് ഇരയാകുമായിരുന്നില്ലേ? ആരിഫ് സാറിന്റെ പ്രസംഗം കേട്ടതുകൊണ്ട്. അപ്പൊ ആരിഫ് സാർ മുസ്ലിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. മുസ്ലിങ്ങളോട് യാതൊരുവിധ മനുഷ്യത്വവും പാടില്ല. കാരണം ഇങ്ങനെ എന്നും ബോംബ് സ്ഫോടനങ്ങളും ഒക്കെ നടത്തും. മറ്റുള്ള ഏതെങ്കിലും മതക്കാർ ബോംബ് സ്ഫോടനങ്ങൾ നടത്തുന്നുണ്ടോ? ഇല്ലല്ലോ. ഇസ്രായേൽ എന്ത് സമാധാനപരമായിട്ടാണ് ജീവിക്കുന്നത്? ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ലാറ്റിൻ അമേരിക്കയിൽ എന്ത് സമാധാനമാണ്? ഒരു ഉറുമ്പ് പോലും അവിടെ കൊല്ലപ്പെടുന്നില്ല. അമേരിക്ക എല്ലാം സമാധാനമാണ്. മറ്റുള്ള രാജ്യങ്ങളിൽ അവർ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. അവിടെയൊക്കെയും ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുന്നു. അതിനിടയിൽ മുസ്ലിങ്ങൾ എന്താ ചെയ്യുന്നത്? കിട്ടിയ പൈസ കൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കി അമേരിക്കയിൽ ആളുകൾ എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ക്രിസ്ത്യാനികൾ എന്താ ചെയ്യുന്നത്? സൗദിയിൽ ജനാധിപത്യമാണ്, UAE ജനാധിപത്യമാണ്. UAE മതങ്ങളെ വിമർശിക്കാം. എനിക്കറിയാം, എന്റെ അറിവിലുള്ള ഒരാൾ മതവിമർശിച്ചതിന് UAE അദ്ദേഹത്തെ 2 വർഷം ആദരിച്ചു. ഫുഡും അക്കോമഡേഷൻ, AC ഫുഡ്, ആഴ്ചയിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇറച്ചി പൊരിച്ചത്, അതും ഒരു കോഴിയുടെ 4-1. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോത്സാഹനമാണ് അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന UAE അടക്കമുള്ള രാജ്യങ്ങൾ ചെയ്യുന്നത്. ഇറാൻ എങ്ങനെയാണോ? അല്ല, ബോംബ് പൊട്ടിക്കലാണ്. അവിടെയുള്ള ക്രിസ്ത്യാനികളെല്ലാം കൊല്ലുകയാണ്.
അപ്പോൾ ഇന്ത്യയുടെ ജയിലുകളിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങളാണ്. ലോകത്തുള്ള ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഉള്ള ക്രൈമും ജയിലിലുള്ള അന്തേവാസികൾ, ക്രിമിനലുകളുടെ ലിസ്റ്റും എടുത്തു നോക്കിയാൽ എല്ലാം മുസ്ലിങ്ങളാണ്. അപ്പോൾ അതിന് ഒരു പ്രതിവിധി എന്നോണം മുസ്ലിങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഈ കലിയുഗത്തിൽ അവതരിച്ച അവതാരമാണ് ആരിഫ് ഹുസൈൻ സാർ. അദ്ദേഹം കാരണം മുസ്ലിം ലീഗ്, അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 5-6 വർഷത്തെ പ്രകടനം കാരണം കേരളത്തിൽ മുസ്ലിം ലീഗിന് സ്വാധീനം കുറഞ്ഞു. ഒരു MLA പോലും ഇല്ല. ഇവിടെ BJP ആണെന്ന് കേരളം ഭരിക്കുന്നു. അപ്പോൾ ആരിഫ് സാറിനോട് നിങ്ങൾക്ക് അസൂയുണ്ടാകാം. തീർച്ചയായിട്ടും ആരിഫ് സാറിന് കിട്ടുന്ന പിന്തുണ മാനവരാശിയുടെ, മനുഷ്യത്വത്തിന്റെ കണ്ണിലുണ്ണികളായ ഇസ്രായേൽ, ബ്രിട്ടൻ അടക്കമുള്ളവർ അദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ആദരിക്കുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കണ്ണുകടിച്ച് അദ്ദേഹത്തെ എതിർക്കുന്നവർ അസൂയാലുക്കൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തണം. അപ്പോൾ ശരി.